മരവിപ്പിക്കുന്ന തണുപ്പിന്റെ നാടെന്നറിയപ്പെട്ടിരുന്ന യൂറോപ്പ് ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഉഷ്ണതരംഗത്തെയാണ് നേരിടുന്നത്. പതിവിലും ഉയർന്ന താപനിലയും അസാധാരണമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും ചേർന്ന് ജനജീവിതം സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. വീടിനുള്ളിൽ പോലും ചൂട് താങ്ങാനാകാതെ ആളുകൾ മരിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യൂറോപ്പിലെ പല നഗരങ്ങളിലും സ്കൂളുകളും ഓഫീസുകളും അടച്ചിട്ടിരിക്കുകയാണ്. ഈ അസാധാരണ ചൂടിന് പിന്നിൽ ഹീറ്റ് ഡോം എന്നും ഒമേഗ ബ്ലോക്ക് എന്നും അറിയപ്പെടുന്ന അന്തരീക്ഷ പ്രതിഭാസങ്ങളാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിശദീകരണം. ചൂടുള്ള വായു ഒരു മേഖലയ്ക്ക് മുകളിൽ കുടുങ്ങിക്കിടക്കുകയും അത് പുറത്തേക്ക് നീങ്ങാതിരിക്കുകയും ചെയ്യുന്നതോടെ മേഘരൂപീകരണം കുറയുകയും താപനില ദിനംപ്രതി ഉയരുകയും ചെയ്യുന്നു. ജൂൺ അവസാന വാരത്തോടെ യൂറോപ്പിലുടനീളം ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് 1000-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചില കണക്കുകൾ പ്രകാരം മരണസംഖ്യ 1500 കടന്നതായും അതിൽ ഭൂരിഭാഗവും ഫ്രാൻസിലാണെന്നും റിപ്പോർട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ജർമ്മനിയിൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തി. ഫ്രാൻസ്, ബ്രിട്ടൻ, പോളണ്ട്, നെതർലാൻഡ്സ്, ചെക്ക് റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ കൊടും ചൂട് തുടരുകയാണ്. അതേസമയം സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ കാട്ടുതീ ഭീഷണിയും നേരിടുന്നുണ്ട്. ഇറ്റലിയിലെ റോം, മിലാൻ, വെനീസ് ഉൾപ്പെടെ 18 നഗരങ്ങളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. ഈ ഉഷ്ണതരംഗത്തെ നിശബ്ദ കൊലയാളി എന്നാണ് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 65 വയസ്സിന് മുകളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത നേരിടുന്നത്. കെയർ ഹോമുകളിലും വീടുകളിലും ചൂട് സഹിക്കാൻ കഴിയാതെ മരണങ്ങൾ വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യൂറോപ്പിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും കൊടും ചൂട് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ഓട്ടോബാൻ ഹൈവേയിലെ കോൺക്രീറ്റ് പാളികൾ ചൂടിൽ പൊട്ടിപ്പൊളിഞ്ഞ കാഴ്ചയും ഏറെ ഭയപ്പെടുത്തുന്നതാണ്. റെയിൽപാളങ്ങൾ വളഞ്ഞതിനെ തുടർന്ന് പല സർവീസുകളും റദ്ദാക്കി. വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നതോടെ വൈദ്യുതി വിതരണത്തിലും സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. വിദഗ്ധരുടെ മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ്. കടുത്ത ചൂട് ഹീറ്റ് സ്ട്രോക്കിലേക്ക് നയിക്കും. ശരീരത്തിൽ ജലാംശം കുറയും, തലകറക്കം, കടുത്ത ക്ഷീണം, പേശിവലിവ്, ആശയക്കുഴപ്പം എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ചികിത്സ വൈകിയാൽ അത് ജീവന് തന്നെ ഭീഷണിയാകാമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും ശക്തമായ പ്രത്യാഘാതങ്ങളിലൊന്നു തന്നെയാണ് യൂറോപ്പ് ഇപ്പോൾ അനുഭവിക്കുന്നത്. വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്ന പ്രവചനം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.